ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഓക്കെ, എനിക്ക് കൺമണി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയേക്കാണ്. ഇനി നമ്മളിതേ ഞാൻ ഒരു 5:30 ആകുമ്പോൾ ഇട്ടിട്ട് മാറിയിട്ടാണ്. ആദർശയുടെ കഴിഞ്ഞിട്ട് വന്ന ഡ്രസ്സൊക്കെ മാറുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഡ്രസ്സൊക്കെ വെച്ചു, കുറച്ച് ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്തു. ഇനി എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണേക്കാൻ മുന്നേ ആമിക്കുള്ള ഫുഡൊന്ന് റെഡിയാക്കി വെച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ അവൾക്ക് 2 മുട്ട ഓംലേറ്റ് ആക്കി കൊടുക്കുക, പിന്നെ പെഡിഗ്രി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുക്കളയിൽ നിന്നിപ്പോൾ ഹെവി ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ അവൾക്കുള്ള ഇതൊക്കെ ഇങ്ങനെ ചൂടാറ്റി അവളിങ്ങനെ ഫുഡ് കഴിപ്പിച്ചിട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പം അപ്പോഴേക്കും നേരം വെളുത്ത് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി, ഇന്നലെ നോക്കി സമയം കിട്ടിയിട്ടേ ഇല്ല ചെടികളൊക്കെ ഒന്ന് നോക്കാനോ. എനിക്കിങ്ങനെ ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി വരുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. വെള്ളം നനയ്ക്കാനാച്ചെങ്കിലും അതേ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് കേട്ടോ. ഞാൻ ഓരോ ചെടി വളരണതും ഒക്കെ നന്നായി നോക്കി ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ അതാ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെടിയുടെ അവിടെയൊക്കെ അമ്മ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ചെടിയുടെ മറ്റേ ഈ പാത്രത്തിലൊക്കെ നിറച്ച് പുല്ലുണ്ടായിരുന്നു ഇത്രേ ഒക്കെ റീനമ്മ ഫുള്ള് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അങ്ങനെ കുറേ പൂക്കളുണ്ട് കേട്ടോ, നല്ല രസമാണ്. ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ വെച്ചെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും. അവിടെ നിന്ന് കൊടുന്നേക്കണത് കേട്ടോ ഇത്. പിന്നെ ഇതാ നമ്മൾ വാതിലൊക്കെ പൂട്ടി ആ മീനൊക്കെ സെറ്റാക്കി ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിന് കൊടുവള്ളിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അമ്മയും ഞങ്ങളുടെ ഒപ്പം, ഞങ്ങൾ പോണ വഴിക്കാണല്ലോ, അമ്മയും ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആക്ച്വലി സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ആദർശേട്ടൻ സ്ലോ മോഷനിൽ ഇരുന്നിട്ട് ഷൂ ഇടുന്നത്. അത് എന്നത്തെയും പതിവാണ് ഇങ്ങനെ ഈ ഷൂ ഇടൽ കേട്ടോ. അങ്ങനെ നമ്മൾ വാതിലൊക്കെ അടച്ച് പോവാണ് കേട്ടോ. അപ്പോൾ റീനമ്മ അത് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്നു. പിന്നെ ഇതാ ഞങ്ങളങ്ങനെ പോവാണ് ഗൈസ്. അമ്മേനെയും പിന്നെ പാച്ചുച്ചിനെയും കൂടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വയനാടല്ല പോണേ, അപ്പോൾ എപ്പോഴും ഈ റൂട്ടിന് തന്നെയാണ് പോവാറ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇതാ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അമ്മേനെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അമ്മ വർക്കിന് പോയി, നമ്മൾ നേരെ വൈത്തിരിക്കും കേട്ടോ. അമ്മേനെ ഇറക്കി, അമ്മയ്ക്ക് വർക്കുണ്ട്, അമ്മയ്ക്ക് ലീവ് കിട്ടില്ല. അപ്പോൾ അമ്മേനെ നമ്മൾ കൊടുവള്ളിയിൽ ഇറക്കിയിട്ട് നമ്മൾ പോവാണ്. നമ്മൾ അങ്ങോട്ട് വൈത്തിരിയോ അങ്ങനെ മണ്ണം വെച്ച് എനിക്ക് തീരെ കംഫർട്ടില്ലേ വീഡിയോ എടുക്കുമ്പോൾ. എന്നാലും ഞാൻ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വെറുതെ എടുക്കാൻ കേട്ടോ. കാരണം മുടിയും കൂടിയും വെട്ടിയപ്പോൾ ഷോർട്ട് ഹെയർ ആയപ്പോൾ ഓൾറെഡി തടിക്കും കൂടിയും ചെയ്തപ്പോഴേ എന്തൊരു അപകർഷതാബോധം എനിക്ക് തന്നെ. ഇതൊക്കെ ആദർശേടം പിറന്നാളിൽ വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇട്ടത്. പിന്നെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എവിടെ എത്തി? ചുരം കയറാറായില്ലേ? ചുരത്തിന്റെ താഴെ. യെസ്, അവിടെ എത്താറായി ഗൈസ്. നമ്മളിനി വാട്ടർ പാർക്കിലേക്കാണ് കേട്ടോ പോണേ. ഹൗസ്ഫുള്ളാന്നൊന്നും പറയില്ലേക്കില്ലേ? അങ്ങനെ പറയൂ. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഫുൾ വണ്ടി ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ ഫാമിലീസ് ഒക്കെ ആയിട്ടുള്ള വലിയ വലിയ വണ്ടീസൊക്കെ കേട്ടോ. ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്നു, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ട്രാവലർ, ബസ്, ഫുൾ ഫാമിലി ആയിട്ടാണ്. തിരക്കുണ്ടാവും എന്തോ. നമ്മൾ ചുരം കയറി കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തെ വ്യൂ കേട്ടോ. എന്താണ് ഇവിടെ? നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ പോകുമ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ് പോവാറ്. ഞാടു ചേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം ഉണ്ടല്ലോ. പറയേ, എല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്കാണ് ചോപ്പ് കത്തില്ല, എനിക്കറിയാം. ആദർശേ
സെക്കൻഡ് ആയി 27 സെക്കൻഡ്. സംശയം ഉണ്ടെങ്കിൽ നോക്ക്. ക്യാമറ കാണിച്ചേരണോ? ഇടുമ്പോ കണ്ടാ മതി. നമ്മളിപ്പോ ഏറെക്കുറെ എത്താറായിട്ടുണ്ട്. ഞാൻ യാത്രശാലയുടെ കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ സഹിച്ചിട്ട് വേണം ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ. അപ്പൊ കാണുമ്പോ ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അതിന്റെ വായിലല്ല വർത്താനങ്ങള്. എന്തായാലും ഞങ്ങൾ എത്താറായി ഗൈസ്. ഒറ്റയ്ക്കായാലും വാട്ടർ പാർക്കൊക്കെ ഞാൻ ആദർശണ്ടല്ലേ ചെയ്യണ്ടോ. ലാസ്റ്റ് ഞങ്ങൾ മുഖത്തോട് നോക്കി ചിരിച്ചിരിക്കേണ്ടി വരും എല്ലാരും വെള്ളത്തിൽ കളിക്കുമ്പോ. വാട്ടർ പാർക്ക് എന്നൊക്കെ പറയില്ലേ, എന്ത് പാർക്കാണോ പോയോ കണ്ടേ. എന്തായാലും രസന്നെയാവും ഓരോ റൈഡിലൊക്കെ കയറുമ്പോ. അടിപൊളിയല്ലേ.
ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഈ റൈഡിലായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ആകെ ഒരു സീൻ ഉണ്ടായത് എന്താണെന്നറിയോ, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അവൻ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. കുറേ ആ കുട്ടിയെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ടതും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞാൻ ചെന്ന് കേട്ട് നിൽക്കുക, ഒരാൾ ഛർദ്ദിക്കുന്ന കണ്ടാൽ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും, ഓക്കാനിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് വൻ ഛർദ്ദിയുടെ ഒരു വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഗൈസ്, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടി ഛർദ്ദിച്ചപ്പോൾ എനിക്കും ഛർദ്ദിക്കാൻ വന്നു. അതുവരെയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മേടിയും കൈയൊക്കെ ഭയങ്കര വിറയ്ക്കുന്നു പേടിച്ചിട്ട്. നമ്മൾ റൈഡൊക്കെ കുറച്ചൊക്കെ മതിയാക്കി. കാരണം ആ തോണിയിൽ കയറിയപ്പോൾ തന്നെ പകുതി കിളിപ്പോയി. ഞങ്ങൾ എന്തായാലും പൂളിക്ക് പോവാം. ഊഞ്ഞാലിലേക്ക് കയറണമെന്നുണ്ട്, പക്ഷെ ആദർശയുടെ മൂത്രം ഒഴിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ കയറുന്നില്ല. ആദർശയുടെ ചത്ത് പോയി. ആദർശയുടെ ചത്ത്. തിരിച്ചിറങ്ങാണ് കേട്ടോ. കുറേ റൈഡൊന്നും നമ്മൾ കയറിയില്ല. ഞങ്ങളിങ്ങോട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 റൈഡിലെ പാകം ഞങ്ങൾ കയറിയിട്ടുള്ളൂ. പക്ഷേ രണ്ടും ഞങ്ങൾ നന്നായി പേടിച്ച് പോയി. ഫസ്റ്റത്തെ കുറച്ച് പേടിച്ച്, രണ്ടാമത്തെ തോണിക്ക് ഓൾറെഡി നല്ല പേടിയുള്ള സംഭവം. അതിൽ കയറിയപ്പോൾ ഞാൻ നന്നായി പേടിച്ചു ഗൈസ്. ഞാൻ ഈ റൈഡിലൊക്കെ കയറിയത് ഹെൽമെറ്റും എല്ലാം സെറ്റാക്കി. പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല ഗൈസ്. ആദർശേട്ടൻ മാത്രമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ആദർശേട്ടൻ പോകുമ്പോഴും എനിക്ക് ചെറിയ പേടി.
എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ വെറുതെ മോൻ്റെ അച്ഛൻ നിന്നോ. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര സീനായിട്ട് തോന്നിയിട്ടാ. കാരണം കുറച്ച് റിസ്ക് ഉണ്ട്. ഒരു പൈപ്പിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ചേട്ടൻ അങ്ങനെ നടക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പൂളിൻ്റെ സൈഡിലേക്ക് പോന്നു. അവിടെ ആകുമ്പോൾ ഇങ്ങനത്തെ ഉണ്ണികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ മസാജ്, ഇതിന് നമ്മൾ എക്സ്ട്രാ 50 രൂപ തോന്നുന്നു പേ ചെയ്തിട്ടാണ് മസാജിന് ആദർശമായിട്ട് ഇരുന്നേക്കുന്നത്. അപ്പോൾ ഇതേ എനിക്ക് മസാജ് ചെയ്യാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇതിലൊക്കെ കയറുന്ന കാണുമ്പോൾ നമുക്ക് കുറേ ചിരിക്കാനൊക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെ എക്സ്പ്രഷനും അതൊക്കെ കാണുമ്പോൾ പിള്ളേർ കളിക്കുന്ന കാണുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഓരോന്നും ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇങ്ങനെ അത് കണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ കണ്ടൊരു സംഭവത്തിൻ്റെ മുകളിൽ കണ്ടോ അങ്ങനെ പൊങ്ങുന്നത് താന്തൊക്കെ. അത് നല്ല റിസ്ക്കാണ്. അപ്പോൾ ഞാൻ ആദർശാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ ആദർശേട്ടൻ. പക്ഷെ അത് കണ്ടിട്ടില്ല. ഈ പിള്ളേരാച്ചെങ്കിൽ ഞങ്ങളെ എവിടെ വെച്ച് കണ്ടാലും യൂട്യൂബേഴ്സ് ഇതാ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആകെ ചടപ്പായി ഗൈസ്. ഞങ്ങളുടെ ഒപ്പം ജീപ്പിലുണ്ടായിരുന്ന കുട്ടികളാട്ടോ അവർ. അപ്പോൾ ഇവൻ ഭയങ്കര സ്മാർട്ടാണ്. ഇവൻ എന്നെ ഒന്ന് ഫേമസ് ആക്കി തരുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി. അപ്പം നമ്മളെന്ത് ഫേമസ്, നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ അപ്പോഴേക്കും മദർശേൻ്റെ മസാജൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിതേ താഴോട്ട് ഇങ്ങനെ വെറുതെ നടക്കാണ് കേട്ടോ. കുറേ ഉണ്ട് അവിടെ. നല്ല രസമുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ. നമുക്കിങ്ങനെ രാവിലെയൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് ആ രാത്രി വരെ ഇവിടെ കിടന്ന് ഇതാക്കള കുറേ റൈഡുകളൊക്കെ ഉണ്ട്. രാവിലെ ഇവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തുറക്കും. അത് കഴിഞ്ഞ് 6 മണിക്കാണ് പൂട്ടുക. അപ്പോൾ അതുവരെ നമുക്ക് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനും പൂളിലൊക്കെ വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ചേട്ടൻ ഒരു സംഭവത്തുമ്പോൾ അങ്ങനെ കറങ്ങുണ്ടായിരുന്നു. അതിൽ ആദർശേട്ടന് കയറണം എന്ന്. ആദർശേട്ടനെ ഞാൻ വെറുതെ ഇതാക്കിയിട്ട് ഞാൻ പറഞ്ഞു ആദർശേട്ടന് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശേട്ടൻ അതിൽ കയറിയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി സ്വിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു ചേട്ടൻ ആട്ടി തരാനും ഉണ്ടാവും. അപ്പോൾ കണ്ടോ അവിടെ ഈ കുട്ടി കണ്ടോ. ഈ കുട്ടീനെ എല്ലാവരും കിടന്ന് ഓളിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൊച്ചിന് മാത്രം ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു പേടിയില്ല അങ്ങനെ. അപ്പോൾ ആദർശേട്ടൻ കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടി, ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടി. ആദർശേട്ടനെ ഞാൻ ആട്ടിക്കൊടുത്തു. പിന്നെ ഈ ഒരു കുട്ടിയുടെ ഇത് കണ്ടപ്പോൾ ഞാൻ കുറേ നേരം നോക്കി നിന്ന് പോയി. കാരണം ആ കുട്ടിക്ക് ഒരു പേടിയില്ലാത്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. കരയെ അതാക്കി അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ആള് കൂളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശേട്ടനെ ഞാൻ കുറച്ച് ഇങ്ങനെ ടെൻഷൻ കയറ്റി കൊടുക്കുന്നുണ്ട്. വേണ്ട അങ്ങനെ വേണ്ട എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ ഇത് ചെയ്തേ പറ്റുമെന്നായി. ആദർശേട്ടാ മനുഷ്യനെ നാണം കെടുത്തരുത് കരഞ്ഞിട്ട്. ആദർശേട്ടൻ കയറുക കേട്ടോ. എനിക്ക് നല്ല പേടിയിട്ടോ. ആദർശേട്ടൻ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാം സെറ്റായി. എല്ലാം സേഫ്റ്റിക്കുള്ള വേണ്ടുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് ആദർശേട്ടനെ കറക്കാൻ പോവാണ്. എനിക്ക് സത്യം പറയാച്ചാൽ നല്ല പേടിയുണ്ടായി. കാരണം അത് ഫുള്ളായിട്ട് ഇങ്ങനെ തലകുത്തി മറയുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ആദർശേട്ടന് നല്ല പേടിയുണ്ട് എല്ലാത്തിനും. പക്ഷേ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ചാടി കയറിയതാണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ആദർശേട്ടൻ മുന്നൊക്കെ എല്ലാ റൈഡിലും മുന്നേ അങ്ങനെ കയറിയിരുന്നു എന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ബാക്കി എല്ലാവരും ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വെയിറ്റ് ഉള്ള ഉണ്ടാവും തോന്നുന്നു ഇതിങ്ങനെ ഫുള്ള് കറങ്ങാത്തേ. കാരണം ഇവർക്ക് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഈ ചേട്ടനൊക്കെ ഇതിൻ്റെ ഒപ്പം കിടന്ന് പൊന്തിടുന്നു ആദർശേട്ടൻ ഇങ്ങനെ ഇതാക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നണേ വെയിറ്റ് ഉള്ളതുകൊണ്ടാവണം ഇതാവണം. അവർ പറഞ്ഞു കേട്ടോ വെയിറ്റ് ഉള്ളവർക്കാണ് ഏറ്റവും അടിപൊളി ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷേ മറ്റേ വെയിറ്റ് ഇല്ലാത്ത ഞാൻ നേരത്തെ ഒരു കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയെയും വണ്ണമൊന്നുമില്ല. ആ കുട്ടി ഫുള്ള് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് സംഭവം ഇങ്ങനെ വലിച്ചിട്ട് താത്തനങ്ങ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിയത് ഒരു 3D ഫിലിം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇതിന് 100 രൂപയായിരുന്നു കേട്ടോ. സെയിം സംഭവത്തിന് നമ്മൾ കഴിഞ്ഞ വർഷം വെള്ളൂർക്കാവ് ഉത്സവത്തിന് നമ്മുടെ മാമൻ്റെ വീട്ടിലത്തെ പൂരത്തിന് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ഓൾറെഡി അറിയാം. പേടിക്കേണ്ട ഭാഗത്തുമ്പോൾ ഞാനും ആദർശേട്ടനൊക്കെ കണ്ണടച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ നേരെ പോയിട്ട് നല്ല രീതിക്ക് ഛർദ്ദിച്ച്. വാട്ടർ റൈഡാണല്ലോ, വാട്ടർ റൈഡ് അല്ലാത്തതൊന്നും കഴിച്ച് ഞങ്ങൾ ആ 3D ഫിലിം കണ്ടു. പക്ഷെ ഒക്കെ കണ്ണടച്ചിട്ടാണ് കണ്ടത്. കാരണം ഒരു എഫക്റ്റ് വന്നില്ല കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് വാട്ടർ റൈഡ് ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് 6 മണി വരെ ടൈം ഉണ്ട് നമുക്ക്. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ചിറക്കി ഇരുന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ. ഫുഡ് അടിക്കട്ടെ.
ഗൈസ്. ഇനി പൂളിക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കണം, എന്നിട്ട് നമുക്ക് പൂളിക്ക് ഇറങ്ങാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറെ നേരം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു സംഭവത്തിൽ കുറേ പേര് സ്റ്റക്കായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത്. കാരണം നമുക്ക് ഫോൺ അവിടെ അലൗഡ് അല്ല. പിന്നെ നമ്മൾ ഫോണും എല്ലാതും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. എൻ്റെ മുഖവും കാരണം വെള്ളത്തിൽ നിന്നിട്ടേ ക്ലോറിനായിട്ടുള്ള വെള്ളമായ കാരണം തോന്നുന്നു കൈയൊക്കെ ഭയങ്കരമായിട്ട് കറുത്തു, മുഖമൊക്കെ കുറേ നേരം നിന്നോണ്ട് തോന്നുന്നു. ഞങ്ങൾ കൂടുതൽ നിന്നേക്കണത് പൂളിലാണ് കേട്ടോ. ആകെ കുറച്ച് റൈഡ് മാത്രമേ കയറിയിട്ടുള്ളൂ. എനിക്ക് രണ്ടാമത്തെ റൈഡിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയതാണ്. പിന്നെ ഞാൻ കയറില്ല എന്ന് വിചാരിച്ചതാണ്. അയ്യോ വലിയ കേസ് ഫുള്ള് കയറ്റാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വണ്ടി കാർ ഇട്ട് കൊടുത്തിട്ട് പോകണം. ഇവിടുന്ന് ജീപ്പ് ഉണ്ടാവും തോന്നുന്നു. സമയം ഒരു 4:25 അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഇവിടെ 6 മണി വരെ ഉണ്ട്. ഇതിപ്പോൾ ഓരോ ഫാമിലീസായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി ഉണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയാണ്. എല്ലാ റൈഡിലും കയറണം. 800 രൂപയാണ് ഒരാൾക്ക് ഫീസ്. കുഞ്ഞ മക്കൾക്ക് എത്രയാ? 600 599 അത്രയും കൂടെ ആണ്. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ജീപ്പ് ഇവിടെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ജീപ്പ് കയറട്ടെ കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് ചടപ്പിക്കലായി തോന്നി തുടങ്ങിട്ടോ. കാരണം നമ്മൾ ഇങ്ങോട്ട് വരണ സമയത്ത് അവർ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ 2 പേരായാലും അവർ ഇവിടെ കൊണ്ട് നമ്മൾ തന്നെ ഇറക്കി തരും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വണ്ടി നിറയാതെ അവർ ഇവിടുന്ന് വണ്ടി എടുക്കില്ല എന്ന്. ടോട്ടലി നമ്മുടെ കാറിൽ 4 പേരുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കായിട്ടോ. നിറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കാറ് നമ്മൾ എവിടെയാണ് ഇട്ടേക്കുന്നത്? എവിടെയാണ് നമ്മുടെ കാറുള്ള കേട്ടോ. നോക്കാം നമുക്ക്. എന്താണ് വെച്ചാൽ ചേട്ടാ അപ്പം നമ്മൾ തിരിച്ചു പോകാനുണ്ടോ? ആകെ അണ്ണാച്ചിക്കോലായിട്ടുണ്ട്. കാരണം ആ ക്ലോറിൻ്റെ വെള്ളത്തിൽ നിന്നിട്ട് മുഖമൊക്കെ ആകെ എന്തോ പോലെ. എനിക്കൊന്ന് മുഖം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ആക്കണം. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല. അപ്പം ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഡ്രസ്സ് എടുക്കണം, കേക്കിന് ഓർഡർ കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമ്മുടെ ഗൂഗിൾ പേയിലാണ് പൈസയൊക്കെ ഉള്ളത്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ വ്ലോഗ് എടുക്കാം. അപ്പോൾ അതൊക്കെ എത്തിയിട്ട് കാണാം കേട്ടോ. എങ്ങനെയായിരുന്നു അദൃശ്യേട്ടാ? അടിപൊളി. അപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് കേറിയില്ല? മോളെ എല്ലാ റൈഡിലൊക്കെ 2 പേരാണ്. ഞാൻ ആടുള്ളത് പെൺകുട്ടികളൊക്കെ പിടിച്ച് കയറ്റിനെ കൊല്ലൂലേ. ആകെ ഒരു സ്വിമ്മിംഗ് പൂൾ റൈഡ്. അതിലും മറ്റേലൊന്നും കയറില്ല. സ്വിമ്മിംഗ് പൂളിൽ മറ്റേ കിടന്നു പോകും. ചേട്ടന് കയറായിരുന്നു. ഞാൻ അപ്പളേ പറഞ്ഞു എനിക്ക് പേടിയാണ്, കുറച്ച് റിസ്ക് ഉള്ളതൊന്നും ഞാനിപ്പോ ചെയ്യുന്നില്ലാന്ന്. അല്ലേലും ഇപ്പൊ ചെയ്യും, റിസ്ക് ഉള്ള ചെയ്യും. ചെലക്കലിന്റെ പ്രാന്ത് കണക്കിന് ഇവളെ കൊണ്ട് വണ്ടർലയിലൊക്കെ പോയാൽ മുതലാവൂല. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിർത്തേണ്ടി വരും. എനിക്ക് പേടിയുള്ളതൊന്നും ഞാൻ കേറിയിട്ടില്ല. പുഴ പോയ പോലെ ഇതുവാണ്. എല്ലാരും മൂത്രമൊഴിച്ച വെള്ളവും ആദർശാണ് ഇത്രട്ടം മൂത്രം ഒഴിച്ചത്. മൂത്രം ഒഴിച്ചിട്ടേ ഇല്ല മോളെ. എന്റെ അടുത്ത് പറഞ്ഞത് എത്രയാന്ന് ഞാൻ പറയട്ടെ. മൂത്രം ഒഴിച്ചിട്ടേ ഇല്ല. വൈത്തിരി വില്ലേജ് ടീം ഞാൻ മൂത്രം ഒഴിച്ചിട്ടില്ല. അവിടെ പിന്നെ 400 രൂപ ബിരിയാണി ഒക്കെ കഴിച്ചു ഗൈസ്. ഫുഡൊക്കെ കുഴപ്പമില്ല. ഫുഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ചെറിയ റേഞ്ചിൽ ഫുഡ് റേറ്റ് കൂട്ടിയാലേ പറ്റുള്ളൂ. നമ്മള് പോയോണ്ടിരിക്കട്ടെ ഗൈസ്. ഫോണിൽ കുറച്ചൊക്കെ ചാർജ് കയറി. അപ്പൊ ഞാൻ എന്തായാലും വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. എപ്പോഴാ എന്റെ സ്റ്റോറേജ് ഫുൾ ആവണേ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പെട്ടെന്ന് ഇനി ആവും. ആദർശേട്ടന്റെ ഫോൺ ഇവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ.
അഭിച്ചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനെ ആദർശേൻ്റെ ഫോണ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ടായി, അത് കിട്ടിയിട്ടില്ല. 4 ദിവസമായി കൊടുത്തിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയേക്ക്. ഇപ്പോൾ നമ്മളെവിടെ കറക്റ്റ് എവിടെ എത്തി ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് എടുക്കണം. ഇനി അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. ചെറിയൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അവരെന്തോ പറയുന്നുണ്ട്. അഭിച്ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദർശേട്ടനും അഭിച്ചേട്ടനും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഇവിടെ കുന്നമംഗലത്തുള്ള ഫാമിലിക്ക് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ അവിടെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ശോഭികയ്ക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് ആക്സിഡന്റ്. ആദർശമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഒരു കാർ ഇങ്ങനെ പോയിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട്. കാറിൻ്റെ ബാക്കിൽ ഒരു സ്കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാർ അവിടെ സ്ലോ ആക്കി അങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്കൂട്ടി ഓടിക്കുന്ന ആൾ നേരെ പോയിട്ട് ഒരു ഒറ്റ ഇടി അങ്ങോട്ട് എന്തായി എന്തോ. ആദർശമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇടിച്ചിട്ട് മറിഞ്ഞിങ്ങനെ കൈയൊക്കെ വീണു, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ആദർശമായിട്ട് അത് അവിടെ പോയിരിക്കുന്നു. നമുക്കല്ല സീന, അവർക്ക്. നമ്മളങ്ങനെ ശോഭികയിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ഫാമിലിയിൽ നിന്ന് പോന്നു. നേരത്തെ പറഞ്ഞത് നല്ല ബ്ലോക്കാണ് ഗൈസ്. ഇടുക്കത്തെ ബ്ലോക്കാണ്. സീനില്ല, നമ്മൾ ഏറെക്കുറെ അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മളിവിടെ എത്തി. നമുക്കൊന്ന് സാരി നോക്കാം. അപ്പോൾ ഞാൻ ചുരിദാറും സാരിയൊക്കെ നോക്കിയിട്ടോ കുറേ. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെടാൻ്റെ ഒന്നും കളറ് രസമുണ്ടാവില്ല. അപ്പോൾ ആ കളറ് നോക്കുമ്പോൾ അത് കിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആദർശേൻ്റെ നിർബന്ധത്തിന് ആദർശേട്ടന് പറഞ്ഞു വെറൈറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരു ജീൻസും അതുപോലെ തന്നെ ഒരു ഇങ്ങനത്തെ ലൂസിലെടുക്കുന്ന ടോപ്പും ആദർശേൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ആദർശേൻ്റെ ഇഷ്ടപ്പെട്ടോണ്ട് അപ്പോൾ ഞാനിത് ഓക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് ഇനിയും ആദർശേട്ടൻ്റെ ഷർട്ട് എടുക്കാണ്ട്. ഞാൻ വിചാരിച്ച ടോപ്പ് ഇതും കിട്ടിയില്ല. അങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആദർശേട്ടന് ഇഷ്ടപ്പെട്ട സാധനം അങ്ങനെ എടുത്തു. നമുക്ക് വീട്ടിൽ പോകണം. ആദർശേട്ടന് സെയിം കളർ കിട്ടി. പക്ഷെ അത് ഞാൻ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കാണ്. എന്തോ ക്ലോത്ത് ആദർശേട്ടന് സെറ്റായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പെയർ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ നമ്മൾ ബില്ലാക്കുമ്പോഴേക്കും കടയൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവുക. വേറെ പിന്നെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.